പ്രിയപ്പെട്ടവരെ, യുവകലാ സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിതാബ് എന്ന പേരിൽ ഫെബ്രുവരി മാസം 24-25 തീയതികളിൽ പേരാമ്പ്രയിൽ നടക്കുന്ന സാഹിത്യോത്സവത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഒരുപാട് സ്ഥലങ്ങളിൽ അത് വലിയ കോർപ്പറേറ്റ് ഹൗസുകൾ മുതൽ സർക്കാർ എല്ലാവരും തന്നെ സാഹിത്യോത്സവം നടത്തുന്നൊരു സമയമാണ്. സാഹിത്യോത്സവത്തിന് ചില സമകാലികമായ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. കാരണം നമ്മൾ കടന്നു പോകുന്ന ഏറ്റവും ഇരുണ്ടതായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ, ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഭീഷണി നേരിടുന്നൊരു കാലഘട്ടത്തിൽ എഴുത്തും അതുപോലെ കലയുമൊക്കെ എങ്ങനെയാണ് മനുഷ്യന് വേണ്ടിയും മാനവികതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതിനെക്കുറിച്ചുള്ള വലിയ ആഴമേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം സാഹിത്യോത്സവങ്ങളിലൊക്കെ തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യുവകലാ സാഹിതി ഇങ്ങനൊരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. അത് ഇത്രയും ഫെബ്രുവരി 24-25 2 ദിവസത്തേക്ക് ഇത് സംഘടിപ്പിച്ച് വളരെ റെലവൻ്റായിട്ടുള്ള, വളരെ പ്രധാനമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതൊരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പേരാമ്പ്ര പോലെ ഒരു വലിയ പട്ടണമൊന്നുമല്ല, ചെറിയൊരു സ്ഥലത്ത് നടത്തുന്നു എന്നുള്ളത് അവിടുത്തെ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കാനും എഴുത്തിൻ്റെയും അതുപോലെ സാഹിത്യ കലാജീവിതത്തിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നും എന്ത് ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളതെന്നൊക്കെ ഉള്ള ചർച്ച ചെയ്യാനുള്ളൊരു അവസരമാണ്. ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് യുവകലാ സാഹിതിയോടുള്ള വലിയ നന്ദി അറിയിക്കുകയാണ്. പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 25-ാം തീയതി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഇറങ്ങിയ വളരെ പ്രസിദ്ധമായ 2 പുസ്തകങ്ങൾ, ഷീല ടോമിയുടെയും പി കെ പാറക്കടവിൻ്റെയും പുസ്തകങ്ങളെ മുൻനിർത്തിയുള്ള ഒരു അവതരണമാണ് ഞാൻ നടത്തുന്നത്. അപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി.